ഇലയില തളിരില വാഴയില. വളരെ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സുധി പങ്കജ്. ഈ ഒരു കവിത നിങ്ങൾ കേട്ടോളൂ കേട്ടോ. നിങ്ങളൊക്കെ ഇത് ജീവിതത്തിൽ നിങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ അനുഭവിച്ചൊരു കഥയായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു കവിതയായിരിക്കും. ഞാൻ എൻ്റെ ചെറുതിലൊക്കെ കേൾക്കുന്നൊരു കവിതയാണ്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥമൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ ശരിക്കും അതെന്താണ് കവിതേൻ്റെ ഈ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നത്. ഞാൻ ആ വരികളൊന്ന് ചൊല്ലാം. ഇലയില തളിരില വാഴയില, ഉണ്ണാനാദ്യം വേണമില, ഊണ് കഴിഞ്ഞാൽ ചാടുമില, പിന്നെ ചേച്ചേ എച്ചിലില. അല്ലേ? എത്ര മനോഹരമായ ഒരു കവിതയാണല്ലേ. ശരിക്കും ഈ ഒരു കവിതയ്ക്ക് നമ്മുടെ ജീവിതമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. നമ്മളൊക്കെ സദ്യക്കൊക്കെ ഇരിക്കുമ്പോൾ ആ ഇല വരുന്നത് പ്രതീക്ഷിച്ച് ഞങ്ങളങ്ങനെ കാത്തു വെക്കും. അതിന് ഏറ്റവും നല്ലൊരു ഇല കിട്ടാൻ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. ആ തളിര കിട്ടും, നമ്മൾ തുടച്ച് നീക്കി അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ വെച്ച് നല്ല പൂർണ്ണ സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അതാണ് ഇലയില തളിരില വാഴയില, ഉണ്ണാനാദ്യം വേണമില്ല, ഊണ് കഴിഞ്ഞാൽ ചാടുമില്ല, പിന്നെ ചേച്ചേ എച്ചിലില്ല. നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആ ഇല നമ്മളൊരു പ്രത്യേക ടൈപ്പിലാണ് പിന്നെ അത് മടക്കി വെച്ച് മേക്കൊന്നും മുട്ടാതെ പിന്നെ അത് കൊണ്ടുപോയി ദൂരേക്ക് കൊണ്ടുപോയി കളയും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് ഒട്ടുമിക്ക ആളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചിലർ നിങ്ങളെ കാര്യമായി സ്വീകരിച്ച് കൊണ്ടുപോകും, നിങ്ങളെ വളരെ സന്തോഷത്തോടെ സൽക്കരിക്കും, അവരാവശ്യങ്ങളൊക്കെ നിറവേറും. അവരാവശ്യങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഇലയുടെ അവസ്ഥയാണ്. പിന്നെ നിങ്ങൾക്ക് അവർക്ക് ഈ എച്ചിലെ പോലെ ദൂരെയാണ്. ഇത്തരം ആൾക്കാരെ കണ്ടാൽ ഏകദേശം അവരെ രീതികളൊക്കെ മനസ്സിലായാൽ നിങ്ങൾ പതിയെ അവരിൽ നിന്നും മാറി നടക്കുക. ഇപ്പോഴത്തെ സമ്പ്രദായം പോലെയാണ്, എല്ലാം ഡിസ്പോസിബിൾ കാലഘട്ടങ്ങളാണ്. ഇലയായാലും പ്ലാസ്റ്റിക് പാത്രങ്ങളായാലും ഗ്ലാസ് ആയാലും ഒക്കെ ഇതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ഒക്കെ നല്ല ശക്തി പോകാട്ടി വളരെ നല്ല ഊർജ്ജസ്വലതയോടെ ചുറ്റിലും പിന്നിലൊക്കെ വളരെ ജാഗ്രതയോടെ ആരാണ് നമ്മുടെ കൂടെ വരുന്നത്, ആരാണ് നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, അവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുമെന്നൊക്കെ തോന്നിയാൽ നമ്മൾ കുറച്ച് അവരിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിത നിത്യവൃത്തിയിലേക്ക് ഏർപ്പെടുക, അതിലേക്ക് തിരക്കിലേക്ക് മുഴുകുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു മൈ ഓൾ.